അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്മാർട്ട് സ്കോളർഷിപ്പ് 2024-25 2024 നവംബർ 30 നടന്ന 12ാം ക്ലാസ്സിൻ്റെ പ്ലസ് ടുവിൻ്റെ ജനറൽ പാർട്ടിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ്സ് ഫസ്റ്റ് റോബോട്ട് CEO, ലോകത്തിലെ ആദ്യത്തെ റോബോട്ട് CEO ഏതാണെന്നുള്ളതാണ് ചോദ്യം വന്നത്. അതിന് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി മിക്ക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി മിക്ക എന്നതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ, ഗാനിമീഡ്, കാലിസ്റ്റോ ആൻഡ് യൂറോപ്പ ആർ ദ മൂൺസ് ഓഫ് വിച്ച് പ്ലാനറ്റ്? ഗാനിമീഡ്, കാലിസ്റ്റോ, യൂറോപ്പ എന്നിവ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ്? ഉപഗ്രഹത്തിന് സാറ്റലൈറ്റ് എന്നും മൂൺസ് എന്നൊരു പ്രയോഗമുണ്ട് കേട്ടോ. അത് ഏതിൻ്റെയാണ്? ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്റർ അല്ലേ, വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ചൊവ്വയാണ്. ഇത് രണ്ടിലും ചാണ്ട്, ചുവന്നതിലും ചൊവ്വയിലും ചാണ്ട്, മാർസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതുപോലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ശുക്രനാണ്. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നതൊക്കെ ശുക്രനാണ്. ശരി, 33ാമത്തെ ക്വസ്റ്റ്യൻ, ജ്ഞാനപീഠ, ഇംഗ്ലീഷിൽ എഴുതിയത് മിസ്റ്റേക്ക് ഉണ്ട്, സ്പെല്ലിംഗ് അറിയാതെ വന്നേക്കാരം. ജെ ആണ് ഫസ്റ്റ് വരും കേട്ടോ. ജ്ഞാനപീഠ് അവാർഡ് വിന്നർ 2024, 2024 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് 2 പേരാണ്, രാം ഭദ്രാചാര്യയും ഗുൽസാറുമാണുള്ളത്. ഇതിൽ കൊടുത്ത ഉത്തരത്തിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരിക, ഗുൽസാർ. 34ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യാസ് ചന്ദ്രയാൻ 4 മിഷൻ? ചന്ദ്രയാൻ 4 മിഷൻ്റെ 2027-28 ആ ഒരു സമയത്തേക്കാണ് ഇത് വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചന്ദ്രയാൻ 4 മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ, ടു കളക്ട് മൂൺ റോക്സ് ആൻഡ് സോയിൽ ഫ്രം ദ മൂൺ ആൻഡ് ബ്രിങ് ദം ബാക്ക് എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ചന്ദ്രനിലെ പാറകളും മണ്ണും ശേഖരിച്ച് ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ അതിന് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. 35ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ ഫസ്റ്റ് സെൻസസ് ഡാറ്റ കളക്ട് ഡ്യൂറിങ് ബ്രിട്ടീഷ് ഇന്ത്യ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് വിവരങ്ങൾ ശേഖരിച്ച വർഷം ഏതെന്നുള്ളതാണ്. അതിന് ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം ചോദിച്ചാൽ 1872 അത് ആദ്യം നടത്തിയത് മേയോ പ്രഭുവാണ്. ആദ്യമായി വധിക്കപ്പെട്ട വൈസ്രോയി മേയോ പ്രഭു. എന്നാൽ 1881 കംപ്ലീറ്റായ പൂർണ്ണമായ സെൻസസ് നടത്തിയത് 1881. അതിനുശേഷം എല്ലാ 10 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും? സെൻസസ് നടത്തും. പിന്നെ 881, 891 അങ്ങനെ വന്ന് 951, 65 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടത്തി. 91, 2001, 2011 വരെ നടത്തി. 2011 വരെ നടത്തി. പിന്നെ നടക്കേണ്ട സെൻസസ് 2021. കൊറോണയുടെ സാഹചര്യം ബന്ധപ്പെട്ടത് ഇതില്ല. പിന്നെ ഇപ്പോൾ ഈ വർഷം 2021 സെൻസസ് പുറത്തു വിട്ടിട്ടില്ല. അതിന് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സെൻസസുമായി ബന്ധപ്പെട്ടതാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യ സെൻസസ് നടത്തിയത് 1872 മേയോ പ്രഭുവാണ്. എന്നാൽ കംപ്ലീറ്റായ ആദ്യ സെൻസസ് ഇന്നൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന 10 വർഷം കൂടുമ്പോൾ ആ സെൻസസ് ആരംഭിച്ചത് 1851, ഒരു 9 വർഷം കൂടി കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ സെൻസസ് തുടങ്ങിയത് ഞാൻ പറഞ്ഞു 72 മേയോ പ്രഭുവാണ്. എന്നാൽ 1881 ആദ്യ സെൻസസ് സ്ഥിരമായ കംപ്ലീറ്റ് ആയ സെൻസസ് തുടങ്ങിയത് 1881 റിപ്പൺ പ്രഭുവാണ് കേട്ടോ. റിപ്പൺ പ്രഭു അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജനകീയ വൈസ്രോയി എന്നൊക്കെ അറിയപ്പെടുന്ന റിപ്പൺ പ്രഭുവാണ്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 37ാമത്തെ ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഡെൻസിറ്റി ഓഫ് എർത്ത് ഈസ്? ഭൂമിയുടെ ശരാശരി സാന്ദ്രത എത്രയാണെന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, 5.51 ഗ്രാം സെൻറ്റിമീറ്റർ ക്യൂബ് എന്നുള്ളതാണ്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ അപ്പോയിൻറ്റ്സ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്? ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് എന്താണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഹൈക്കോടതി ആണെങ്കിലും സുപ്രീം കോടതി ആണെങ്കിലും അതിൻ്റെ ഉത്തരമായി ചെയ്താൽ വരുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഇനി നോക്കാം 39ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് ഫസ്റ്റ്
AI ബേസ്ഡ് ഓങ്കോളജി സെൻ്റർ എവിടെയാണ് വരുന്നത്? ബാംഗ്ലൂരുമാണ് വരുന്നത് കേട്ടോ, ബാംഗ്ലൂരുമാണ് വരുന്നത്. ഈ 40ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടെന്നീസ് ടൂർണമെൻറ്റ് ഈസ് നോൺ ആസ് വേൾഡ് കപ്പ് ഓഫ് ടെന്നീസ്? ടെന്നീസിൻ്റെ വേൾഡ് കപ്പ് എന്നറിയപ്പെടുന്ന ടെന്നീസ് ടൂർണമെൻറ്റ് ഏതെന്നുള്ളതാണ് ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ആണ്, ഡേവിസ് കപ്പാണ്. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, ദ കൺട്രി ദാറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ കാർബൺ ടാക്സ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായി കാർബൺ ടാക്സ് നടപ്പിലാക്കിയ രാഷ്ട്രം ഏതെന്നുള്ളതാണ് ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ആണ്, അല്ല ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ഫിൻലാൻഡാണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ, എ വിറ്റാമിൻ ലോസ്റ്റ് വെൻ കുക്ക്ഡ്, ഒരു വിറ്റാമിൻ ഉണ്ട്, അത് കുക്ക് ചെയ്യുമ്പോൾ പാകം ചെയ്താൽ എന്ത് ചെയ്യാം? വിറ്റാമിൻ നഷ്ടപ്പെടും. ആ വിറ്റാമിൻ ഏതെന്നുള്ളതാണ് ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ബി ആണ്, വിറ്റാമിൻ സി എന്നുള്ളത്. ഓപ്ഷൻ ബി വിറ്റാമിൻ സി എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ്. ശരിയായ രൂപമുള്ള യഥാർത്ഥ ഫോമിലുള്ള വെർബ് ഏതാണ്, ക്രിയ ഏതാണെന്നുള്ളതാണ്. ഹി വിഷ്ഡ് ദാറ്റ്, ഹി ഹാഡ് മോർ ടൈം ടു സ്റ്റഡി. ഇവിടെ ഫാസ്റ്റ് ഫോം ആയതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാം? ഹാഡ് കൊടുക്കുക. അതൊക്കെ സിമ്പിൾ പ്രസൻറ്റ് അല്ല, അത് ഫ്യൂച്ചർ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നതാണ് ഹാവ് ഹാസ് ഒക്കെ. ഇവിടെ വിഷ്ഡ് ഒന്നുകൊണ്ട് എന്ത് ചെയ്യുക? ഫാസ്റ്റ് ഫോമിലേക്ക് വന്ന് ഫ്യൂച്ചറിലാണ്, ഇത് രണ്ടും പ്രസൻറ്റിലുമാണ്. ഇപ്പോൾ ഫാസ്റ്റ് ഫോമിലുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, ഹാഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ വിഷ്ഡ് ഹാപ്പി ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഒരു വിഷ്ഡ് ഉണ്ട്, പക്ഷേ ഇത് അങ്ങനെയല്ല. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പാസീവ് വോയിസ്. ശരിയായ പാസീവ് വോയിസ് ഏതാണെന്നുള്ളതാണ്. ദേ ബിൽറ്റ് ദ ഹൗസ് ലാസ്റ്റ് ഇയർ. സിമ്പിൾ പ്രസൻറ്റിലാണ്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ പാസീവ് വോയിസ് ഉപയോഗിക്കുമ്പോൾ വാസും വേറും വരും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് ഇയറിൽ ഹൗസ് നിർമ്മിച്ചു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദ ഹൗസ് ഒബ്ജക്റ്റായിട്ട് വരും. പാസീവ് വോയിസ് ഫസ്റ്റ് ഒബ്ജക്റ്റ് വരണമല്ലോ, ദ ഹൗസ് വരും, എല്ലാത്തിനും ഹൗസാണ് വന്നിട്ടുള്ളത്. വാസും വേറുള്ള നോക്കുക. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് അല്ല, സിംഗുലർ ആയതുകൊണ്ട് വാസാണ് വരേണ്ടത്. അപ്പോൾ ദ ഹൗസ് വാസ് ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. ബീയിങ് വരില്ല ING-നാട്ടോ, ING അല്ല കേട്ടോ, ഇവിടെ ING ഇല്ലല്ലോ. ബീയിങ് വരില്ല ING ഫോമിലാണ് ബീയിങ് വരിക, ഇവിടെ ING അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഹൗസ് വാസ് ബിൽറ്റ് ബൈ ദം ലാസ്റ്റ് ഇയർ എന്ന് ദേ എന്ത് ചെയ്യും? ദം ആയിട്ട് മാറും. റെഡി? 45ാമത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മറ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ പ്ലസ് ടുക്കാർ ഇംഗ്ലീഷ് ആണെങ്കിലും മറ്റ് ക്ലാസ്സുകൾക്കൊക്കെ ഒന്ന് ഉപകാരപ്പെടുന്നതാണ്. ഇത്തരം സ്കോളർഷിപ്പുകൾക്ക് എന്ത് ചെയ്യും? അടുത്ത വർഷമാണെങ്കിൽ അടുത്ത വർഷത്തെ നമ്മുടെ സ്മാർട്ടാണെങ്കിലും അതുപോലത്തെ മറ്റ് സ്കോളർഷിപ്പുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നത്? ഉപകാരപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, ഷീ ഈസ് ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. ഗുഡിന് ശേഷം അങ്ങനെ ആ രൂപത്തിൽ വരുമ്പോൾ ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ് എന്നാണ് പ്രയോഗിക്കാറുള്ളത് പ്രൊപ്പോഷൻ. ശരി. 46ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് കൺജങ്ഷൻ. ശരിയായ കൺജങ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ വിൽ ഗോ ഔട്ട്, ഇറ്റ് സ്റ്റോപ്പ് റൈനിങ്. എന്താ ചെയ്യുക? ഞാൻ പുറത്തു പോകും. എപ്പോൾ? ഈഫ് ഇറ്റ് സ്റ്റോപ്പ് റൈനിങ്, മഴ നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ ഓപ്ഷൻ സി വരും. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരും കേട്ടോ. ഇനി കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്ത ഈ ഒരു ഡയസുമായി ബന്ധപ്പെട്ട് 6 വർഷങ്ങളുള്ള 1, 2, 3, 4, 5, 6 അല്ലേ, 6 വർഷത്തും ഒരു പെട്ടി പോലോതെ കാണുന്ന 6 വർഷങ്ങളുടെ ഡയസിൻ്റെ ക്വസ്റ്റ്യനാണ്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നമ്മൾ 2 വട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു 6, 7, 8, 9, 10 ആ രൂപത്തിലുള്ള ഈ മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാം? ഇത്തരം ക്വസ്റ്റ്യനുകൾക്ക് എന്ത് ചെയ്യും? ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ചോദ്യം എന്താ? ഒരു ഡയസിൻ്റെ 2 സ്ഥാനങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു. 2 സ്ഥാനങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു. നമ്പർ 3 ഉള്ള മുഖത്തിന് എതിർവശത്ത് ഉള്ള മുഖത്തെ നമ്പർ കണ്ടെത്തുക എന്നുള്ളതാണ്. 3ൻ്റെ നേരെ എതിരായിട്ട് വരുന്നത് ഏതാണെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ 1 കോമൺ നമ്പർ ഉണ്ട് അല്ലേ, ഇതിലും 4 ഉണ്ട്, ഇതിലും 4 ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് ഇങ്ങനെയാണല്ലോ ചലിക്കുക, ഈ രൂപത്തിൽ എഴുതാം. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ എന്താണ്? ക്ലോക്ക് വൈസിൽ എഴുതണം കേട്ടോ. പക്ഷേ സിമ്പിളാണ്. അല്ലെങ്കിൽ പിന്നെ ആൻറ്റി ക്ലോക്ക്, നമുക്ക് ക്ലോക്ക് വൈസിൽ എഴുതാം. 1 രൂപ എഴുതാം കേട്ടോ. ക്ലോക്ക് സഞ്ചരിക്കൽ ഇങ്ങനെയല്ലേ, ക്ലോക്ക് ഇങ്ങനെ സൂചി ഇങ്ങനെയല്ലേ വരിക. ക്ലോക്ക് ഇങ്ങനെ വന്ന് 12 ഇങ്ങനെ ഇതാ ക്ലോക്ക് വൈസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. 4 ഒന്നാമത്തെ ഇതിലുള്ള എഴുതല്ല. ഫസ്റ്റ് 4, പിന്നെ 6, പിന്നെ 1. ഇവിടെ അതുപോലെ തന്നെ 4, പിന്നെ 3,
പിന്നെ 5 അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഈ 6ഉം 3ഉം എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ ചോദിച്ചെന്താ ഓപ്പോസിറ്റ് ചോദിച്ചാൽ 3ൻ്റെ ഓപ്പോസിറ്റ് അല്ല, 3ൻ്റെ ഓപ്പോസിറ്റ് നേരെ 6 വരും. ഇവിടെ കിട്ടി പക്ഷേ. അതുപോലെ 1ൻ്റെ ഓപ്പോസിറ്റ് 5 വരും. തിരിച്ചു മറിച്ചാണെങ്കിൽ തരാം. 5ൻ്റെ ഓപ്പോസിറ്റ് 1, അതുപോലെ 3ൻ്റെ ഓപ്പോസിറ്റ് 6, 6ൻ്റെ ഓപ്പോസിറ്റ് 3, അങ്ങനെയാണെങ്കിലോ. ഇനി ഇവിടെ ഉള്ളത് 1 2, ഇവിടെ 4ൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും? 2 വരും. ഇനി 2 ഇവിടെ ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ചോദ്യം വന്നാലും എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നെങ്കിൽ 3 ക്ലാസ്സിലെ പരീക്ഷകൾക്ക് ഇതുപോലെ മെയിൻ പരീക്ഷയ്ക്ക് ഒന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇത്തരം ക്വസ്റ്റ്യനുകളൊക്കെ എന്ത് ചെയ്യുക? കരുതിയിരിക്കുക. ഇതൊക്കെ റെയിൽവേക്കും മറ്റ് വിഷയങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്ന 3ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? 6 ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ കിഴക്കോട്ട് അഭിമുഖമാണ്. ഡയറക്ഷൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കും. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ഈസ്റ്റാണ്, ഈ കിഴക്ക് അറിയാം. അപ്പോൾ നമുക്ക് അത് ഓർമ്മ ഇല്ലെങ്കിൽ ഈസ്റ്റ് എഴുതുമ്പോൾ എ അല്ലേ, ST അല്ലേ, ഈസ്റ്റ് ഇങ്ങനെ അല്ലേ എഴുതും. നമുക്ക് സാധാരണ വെച്ചിട്ടൊരു സാധനമാണ്. ഈ എസ് ഒഴിവാക്കി നമ്മൾ വായിക്കും, ഈറ്റ് എന്ന് വായിക്കും. അതിന് നമ്മൾ കഴിക്കുക എന്നാണ് പറയാം. കഴിക്കുക, ഈസ്റ്റും കിഴക്കും മാറി നിൽക്കുകയാണ്. കഴിക്കുക എന്നാണ്. കഴിക്കുക ഇവിടെ വാക്കുണ്ടാവും കേട്ടോ, നോക്കണ്ട. കഴിക്കുക, ഈറ്ററിനെ കഴിക്കുക, ഈസ്റ്ററിനെ കിഴക്ക്. ഈ കഴിക്കലും ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഇവിടെ കിട്ടാൽ കിഴക്കായി കേട്ടോ. ഇത്രയും കണക്ഷൻ ഉണ്ട് കഴിക്കലും കിഴക്കും തമ്മിൽ. അപ്പോൾ രണ്ടും വെച്ചാണ് അക്ഷരം. ഇംഗ്ലീഷിലെ അക്ഷരങ്ങളും മലയാളത്തിലെ അക്ഷരങ്ങളും നല്ല കണക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നിലക്ക് ഇനി മാറില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈസ്റ്റ് ഈ ഭാഗത്ത് വരും, ഈ ഭാഗത്ത് ഈസ്റ്റ് വരും, ഈ ഭാഗത്ത് ഈസ്റ്റ് വരും, ഈ ഭാഗത്ത് ഇപ്പം എന്ത് വരും? വെസ്റ്റ് വരും. പടിഞ്ഞാറ് നമ്മൾ പറയും, ഇത് കിഴക്ക് പറയും, ഇത് പടിഞ്ഞാറ് വരും. സാധാരണഗതിയിൽ കഴിക്കുക അല്ലെങ്കിൽ പഠിക്കുക അല്ലേ സാധാരണ ഉണ്ടാവില്ലേ അല്ലേ? കഴിക്കുക പഠിക്കുക. അപ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള പിന്നെ ഇതാ പടിഞ്ഞാറ്. ഇവിടെ എന്ത് വരും? നോർത്ത് വടക്ക് വരും, ഇവിടെ എന്ത് വരും? സൗത്ത് വരും. ഇങ്ങനെയാണ് ഡയറക്ഷൻ വരിക. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ കിഴക്കോട്ട് അഭിമുഖമാണ്. ഇവിടേക്കാണ് നിൽക്കുന്ന ആൾ, ഈ ഭാഗത്തേക്ക് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എന്നിട്ട് എന്താണ് ചെയ്യുന്നത് നോക്കുക. ഞാൻ ഘടികാര ദിശയിൽ, ഘടികാര ദിശ പറഞ്ഞാൽ ഘടികാരത്തിന് സൂചി ഇങ്ങനെയല്ലേ വരിക, സക്കന സൂചിയൊക്കെ അല്ലേ? അപ്പോൾ ഈ കിഴക്കുന്ന ഇവിടെ തുടങ്ങാം. ഞാൻ ഘടികാര ദിശയിൽ 100 ഡിഗ്രി അല്ലേ, ഇതുവരെ 90 ഡിഗ്രി എല്ലാവർക്കും അറിയാം. ഒരു 10 കൂടി കൊടുക്കുക. അപ്പോൾ എത്രയും ഇവിടെ ഏകദേശം ഇവിടെ വരും 100 ഡിഗ്രി. 100 ഡിഗ്രി തിരിയുന്നു. തുടർന്ന് എതിർ ഘടികാര ദിശയിൽ, പിന്നെ ഇങ്ങോട്ട് തന്നെ പോയി എതിർ ഘടികാര ദിശ. ഇത് മുതൽ ഇതുവരെ 100 അല്ലേ. എതിർ ഘടികാര ദിശയിലേക്ക് എത്ര? 145 അല്ലേ, 45. ഇതുവരെയാണെങ്കിൽ 90 വരും, പക്ഷെ അതിൻ്റെ പകുതി ഇവിടെയൊക്കെ വരത്തുള്ളൂ അല്ലേ, അത് വരത്തുള്ളൂ. 145 ഡിഗ്രി തിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ഏത് ദിശയിലാണ് അഭിമുഖീകരിക്കുന്നത്? ഇപ്പോൾ ഈ നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെ ഇടയിൽ ഏതാ? നോർത്ത് ഈസ്റ്റ് അല്ലേ, നോർത്ത് ഈസ്റ്റ്. ഇതാ ഓപ്ഷൻ ബി വരും, നോർത്ത് ഈസ്റ്റ്. ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 49ാമത്തെ ക്വസ്റ്റ്യന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. നമുക്ക് ചോദ്യത്തിലേക്കൊന്ന് വരാം. ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ചോദ്യം ക്യാൻസൽ ചെയ്യേണ്ടതാണ്. നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ റോങ് ടേം ഇൻ ദ നമ്പർ സീരീസ്. നമ്പർ സീരീസിലെ നമ്പർ സീരീസിലെ റോങ് ഏതാണെന്ന് കണ്ടെത്താനാണ്, തെറ്റായ ഭാഗം കേട്ടോ. അപ്പോൾ ഇത് തെറ്റിയാലും പ്രശ്നമാക്കണ്ട, ഈ സാധനം ക്വസ്റ്റ്യൻ തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ ഫസ്റ്റ് വന്ന സംഖ്യ നമുക്ക് എഴുതാം. ഫസ്റ്റ് 105 അല്ലേ, നമ്മൾ അതിൻ്റെ രൂപം തന്നെ പറഞ്ഞു പോവാം. 105ൽ നിന്ന് എത്ര കുറച്ചു? 20 കുറച്ചാൽ 85 കിട്ടും. ഒന്ന് കുറച്ച് നോക്കിയാൽ മതി, 85 കിട്ടും കേട്ടോ. 85ൽ നിന്ന് 25 കുറച്ചാൽ എത്ര കിട്ടും? 60 കിട്ടും. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. നോക്കുക, 20. അങ്ങനെ 5 കുറക്കുന്ന സംഖ്യ കൂട്ടുകയാണ്. പിന്നെ 60ൽ നിന്ന് 20 കഴിഞ്ഞ് മുന്നേ ഇവിടെ 20 കുറച്ചു അല്ലേ, 20 കുറച്ചു. ഇവിടെ 25 കുറച്ചു. അങ്ങനെയാണ് എന്ത് കിട്ടുന്നത്? 60 കിട്ടുന്നത്.
ഇനി 60-ൽ നിന്ന് 30 കുറക്കുക കേട്ടോ. 60-ൽ നിന്ന് എത്ര കുറക്കുക? 30 കുറക്കുക. അപ്പോൾ എത്ര കിട്ടും? 30 കിട്ടും. 60-ൽ നിന്ന് 30 കുറച്ചാൽ 30 അല്ലേ? 30 കുറച്ചാൽ എന്ത് കിട്ടുന്നു? ഇനി 30-ൽ നിന്ന് ഇനി 35 കുറക്കേണ്ടത്. 35 കുറയ്ക്കേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? 30 കുറച്ചാൽ 0 ഒരു 5 കൂടി കുറച്ചാൽ -5 അപ്പോൾ ഇനി അടുത്ത് വരേണ്ടത് -5 നമ്മുടെ ശ്രേണി അനുസരിച്ച് -5 കേട്ടോ. 35 ഇവിടെ കുറച്ചാൽ കേട്ടോ. 30-ൽ നിന്ന് 35 കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? -5 കിട്ടണം. ഇനി ഈ -5-ൽ നിന്ന് ഇനി 40 കുറക്കണം. എത്ര കുറക്കണം? 40 കുറക്കണം. അപ്പോൾ 40 കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -5-ൽ നിന്ന് പിന്നെ 40 കുറക്കും. അപ്പോൾ പിന്നെയും മൈനസായി. ഒരു 5 ഓൾറെഡി ഉണ്ട്. ഒരു 40 കൂടി 45 മൈനസായി. -45. ഇനി അതിൽ നിന്ന് ഇപ്പോൾ 40 കുറച്ചത് ഇനി 45 കുറക്കണം. അപ്പോൾ എത്ര വരും? -90 വരും. ചോദ്യകർത്താവ് ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഈ ഒരു ഓർഡർ അനുസരിച്ച് വരേണ്ടത് ആദ്യം 105 അത് കറക്റ്റ് തന്നെ, 85 കറക്റ്റ് തന്നെ, 60 കറക്റ്റ് തന്നെ, 30 കറക്റ്റ് തന്നെ അല്ലേ? 30 വരെ ഓക്കെയാണ് അല്ലേ? പിന്നെ ഇവിടെ വരേണ്ടത് -5 വരേണ്ടത്, അത് കറക്റ്റല്ല. അതുപോലെ പിന്നെ അത് കഴിഞ്ഞാൽ -45, പിന്നെ -90 വരേണ്ടത്. ഇവിടെ 2 എണ്ണം കറക്റ്റല്ല. ഒന്നാ കറക്റ്റല്ല നമ്മൾ കണ്ടെത്തേണ്ടത്. പക്ഷേ ഇവിടെ 2 എണ്ണം കറക്റ്റല്ല. 2 എണ്ണം കറക്റ്റല്ല. 2 എണ്ണം ശ്രേണി തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 90 അല്ല വരേണ്ടത്, -90 ഇവിടെ വരേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ -5 വരേണ്ടത്, ഈ 0 വന്നിട്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകം വേറെ ഇഷ്യൂ എന്താ വെച്ചാൽ ഇവിടെ പിന്നെ റോങ് ആയത് 2 എണ്ണം ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യനിൽ കൊടുത്തപ്പോൾ ഇവിടെ എന്തായിട്ടുള്ളൂ? ഇത് ഞാൻ വായിക്കാണ്, തിരിഞ്ഞ് മനസ്സിലാക്കണം. ഇവിടെ ഇവിടെ ഓപ്ഷനിൽ 90 എന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല അല്ലേ? അതുകൊണ്ട് ഈ ഉത്തരം കൊടുത്തതിൽ പിന്നെ ഈ 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉത്തരമായിട്ട് അവിടെ വരികയാണെങ്കിൽ 0 ആണ് വരേണ്ടത്. നേരം പോലെ 2 എണ്ണം അങ്ങനെയുണ്ട് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 50-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 50-ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ നമ്പർ ലെറ്റർ ഗ്രൂപ്പ് വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഒതേഴ്സ്. നമ്പർ ലെറ്റർ ഗ്രൂപ്പ്, നമ്പറുണ്ട് ലെറ്ററുണ്ട്. ഇംഗ്ലീഷിൽ ലെറ്ററുണ്ട് നമ്പറുണ്ട്. അതിൽ 1 3 വ്യത്യസ്തമാണ്. ഒരു സംഖ്യക്ക് മാത്രം വേറെ പ്രത്യേകതയും ബാക്കിയുള്ളതിനൊക്കെ ഒരേ 3 ഒരേ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം അല്ലേ? സിമ്പിളാണ്. ഫസ്റ്റ് M 5 അല്ലേ? യെസ്. പിന്നെ B 9 L. പിന്നെ T 4 Y. പിന്നെ F 4 J. ഇവിടെ ശ്രദ്ധിക്കാം മക്കളെ. ഇവിടെ ഈ M എന്നുള്ളത് 13-ാമത്തെ ലെറ്ററാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എണ്ണി നോക്കിയാൽ 13-ാമത്തെ ലെറ്റർ. എസ് എന്നുള്ളത് 19-ാമത്തെ ലെറ്ററാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 13ഉം 19ഉം 6 ഡിഫറൻസ് ഉണ്ട്. ആ 6-ൽ നിന്ന് 1 കുറച്ച സംഖ്യയാണ് 5. റെഡിയാണല്ലോ? ഇനി അടുത്ത് നോക്കുക. B എന്നുള്ളത് 2-ാമത്തെ ലെറ്ററാണ്. L എന്നുള്ളതോ 11-ാമത്തെ ലെറ്ററാണ്. ഒന്ന് നോക്കിയാൽ മതി അല്ലേ? L 12 അല്ലേ? 12 ആണ്. 12 L കഴിഞ്ഞാൽ M അല്ലേ? 12-ാമത്തെ ലെറ്റർ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 10 ആ 10-ൽ നിന്ന് 1 കുറച്ചാൽ 9 അല്ലേ? അതാണ് ഈ കാണുന്ന 9. റെഡിയല്ലോ? ഇനി T എന്നുള്ളത് 20-ാമത്തെ ലെറ്ററാണ്. Y എന്നുള്ളത് 25-ാമത്തെ ലെറ്ററാണ്. തമ്മിലുള്ള ഡിഫറൻസ് 5. 20ഉം 25 തമ്മിലുള്ള ഡിഫറൻസ് 5. അതിൽ നിന്ന് 1 കുറച്ചത് 4. ഇതിനൊക്കെ ഒരേ ഒരു പ്രത്യേകത. എന്നാൽ ഇതാ നോക്കുക. എഫ് എന്നുള്ളത് 6-ാമത്തെ ലെറ്ററാണ്. ഇത് എന്നുള്ളത് 10-ാമത്തെ ലെറ്ററാണ്. ഇവിടെ അതേ സംഖ്യ വന്നിട്ടുള്ളൂ. 10 മാറുന്നുള്ള ഡിഫറൻസ്. 10-ൽ നിന്ന് 6 കുറച്ചാൽ എത്ര വരിക? 4 വരും. അപ്പോൾ ഇത് മാത്രം, മറ്റേതൊക്കെ കുറച്ചതിൽ നിന്ന് 1 കുറച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു പൊതു പ്രത്യേകത ഉള്ളത് ഇത് മാത്രമാണ്. ഓപ്ഷൻ ഡി മാത്രമാണ് കേട്ടോ. അപ്പോൾ അത്രയുമാണ് +2-ൻ്റെ ചോദ്യങ്ങൾ അവകൾ ഉത്തരവുമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇനിയുള്ള പരീക്ഷകൾ നന്നായി പഠിക്കുക. എഴുതിയ പരീക്ഷ നല്ല മാർക്ക് കിട്ടുമെന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.